ഞാൻ ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തന്നെ ശങ്കർ ഞാൻ ബുക്ക് ചെയ്തിരുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അഡ്വാൻസ് വാങ്ങിയിട്ട് തിരിച്ചു ഞാൻ IBCCയുടെ പടം അന്നേരം ആ പടം വന്നിട്ട് ദയനീയമായി പൊട്ടി എന്ന് പറഞ്ഞാൽ അത് അവരുടെ കുഴപ്പമില്ല. ആ സിനിമ എടുത്ത രീതി ആയതുകൊണ്ട് റിലീസാവുന്ന ദിവസം ആദ്യത്തെ ഷോ കാണാൻ തിയേറ്ററിൽ പോയില്ല. അങ്ങനെ ഞാനും ശങ്കറും കൂടി എൻ്റെ വണ്ടി എടുത്ത് ലിബർട്ടി തിയേറ്ററിൽ ഫസ്റ്റ് ഷോയ്ക്ക് പോവാറ്. ബാറ്ററി വിട്ട് അതും കൂടി അറിഞ്ഞിട്ട് ഞങ്ങള് അപ്പോൾ പറഞ്ഞു വർക്കൗട്ടാണ്, നിങ്ങളുടെ സീൻസിലൊക്കെ ഭയങ്കര കയ്യടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനും ശങ്കറും കൂടി ലിബർട്ടി തിയേറ്ററിൽ പോയി. പിന്നെ ഞങ്ങൾ നിലത്ത് നിന്നിട്ടില്ല, ഓഡിയൻസ് തൂക്കിയെടുത്ത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങളെ പ്രൊഡ്യൂസേഴ്സും അവരെല്ലാവരും കൂടി കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒരു തമിഴ്നാട് ടൂർ നടത്തി. ഭയങ്കര ക്രൗഡ്, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്, ഇങ്ങനെ ജനസമുദ്രം. അതാണ് അവിടെ തമിഴ് ഓഡിയൻസ് അങ്ങനെയാണ്. ഞാനൊരു നടൻ മാത്രമായിട്ടല്ലേ ജീവിക്കണം, ഞാനല്ലല്ലോ. ഞാനിപ്പോൾ ഇവിടുത്തെ ഗൾഫാർ ചെയ്ത ഞാനാണ്. സ്റ്റീൽ സ്ട്രക്ചറിൽ ഞാൻ 3 പ്രോഡക്റ്റുകൾ ഇൻഡസ്ട്രി ചെയ്തിട്ടുണ്ട്. FE500. I'm more than an actor. Stardom is not the everything in my life. Stardom is a burden. ഞാൻ അഭിനയം മാത്രമല്ല പഠിച്ചത്, ഫിലിം സ്റ്റഡീസിനാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ട് കൊടുത്തത്. മാസ്റ്റേഴ്സിന്റെ സിനിമകളാണ്. അപ്പൊ അന്ന് ഒരു വർഷമൊക്കെ സിനിമ ഓടുക എന്ന് പറയുമ്പോൾ അന്ന് ആദ്യം ഫസ്റ്റ് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫസ്റ്റ് ഡേ പോയായിരുന്നു തിയേറ്ററിൽ. ഓഫ് കോഴ്സ് ഞങ്ങൾ ഫസ്റ്റ് ഡേ പോയി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര രസകരമായ സീനാണ്. കാരണം അതിന് മുമ്പ് ഒരു പടം റിലീസായിട്ടുണ്ട്, എന്നെയും ശങ്കറിനെയും പോലെയുള്ള ഒരു 2 പേര് നിൽക്കുന്ന. അത് മൻസൂർ ആർട്സോ, ഇത് മൻസൂർ ക്രിയേഷനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. അങ്ങനെ 2 ബാനറും മൗണ്ട് റോഡിൽ സൈഡ് ബൈ സൈഡ് നിൽക്കുന്നത്. അത് തിരുനാവുക്കരശു ചക്രവർത്തി എന്ന് പറഞ്ഞ ഒരുത്തന്നെ, ചുരുണ്ടമുടി തിരുനാവുക്കരശു 2 പേരും ഉണ്ട്, ഞങ്ങൾ 2 പേര്. ഞങ്ങളിങ്ങനെ 2 പുതുമുഖങ്ങൾ ഇപ്പുറത്ത്, 2 പുതുമുഖങ്ങൾ അപ്പുറത്തും, മനസ്സിലായ നിൽക്കുന്ന വലിയ കട്ടൗട്ട് നിൽക്കുന്നില്ല അവിടെ. അങ്ങനെ ആദ്യം ആ പടം അങ്ങ് റിലീസാവുകയാണ്. ആ പടം വന്നിട്ട് ദയനീയമായി പൊട്ടി എന്ന് പറഞ്ഞാൽ അത് അവരുടെ കുഴപ്പമില്ല. ആ സിനിമ എടുത്ത രീതി ആയതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം നമ്മുടെ ഡയറക്ടർ കമൽ ആ പടം കാണാനുണ്ട്. അന്ന് അവനൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടിരിക്കണ, കമലല്ല, ഞങ്ങൾ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ സമയത്ത് ഞാനുണ്ട്, ശങ്കറുണ്ട്, കമലും ഒക്കെ ഉണ്ട്, വർത്താനം പറയാം. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് അന്ന് ഈ ബ്ലൂ ഡയമണ്ട് അവിടെ നിന്ന് കാണാം ഈ കട്ടൗട്ട്. നോക്കിയിട്ട് അവൻ പറഞ്ഞാൽ ഇനി കുറച്ച് ദിവസം കൂടി, കുറച്ചാൾ കൂടി കഴിഞ്ഞാൽ ഇതേപോലത്തെ അവസ്ഥ ഉണ്ടാവുന്ന 2 പേരും കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്കിട്ട് പാരവയ്ക്കുക. അത് ജന വന്ന് സീറ്റൊക്കെ കീറിയെന്ന് ആ പടം കണ്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ മോർണിംഗ് ഷോ റിലീസ് ചെയ്യാൻ നേരത്ത് അപ്പോൾ ശ്രീനാഥൻ്റെ റൂം 2 പേര് കിടക്കുന്ന കട്ടിലാണ്, അപ്പുറത്തും ഇപ്പുറത്തായിട്ട്. റൂമിൻ്റെ 2 സൈഡിൽ കിടക്കുന്ന കട്ടിലാണ്. അതിൽ ഒരു കട്ടിൽ ഞാനും കിടക്കുന്നു, അപ്പുറത്തെ കട്ടിലിൽ അവൻ കിടക്കുന്നു. ഞങ്ങൾ 2 പേരും മറന്ന് കിടക്കുവാണ്. ശരിക്ക് എന്തായിരിക്കും അവസ്ഥ നമുക്കറിയാം. കാരണം അതിന് മുമ്പത്തെ അവസ്ഥ കണ്ട് ഇവന്മാരൊക്കെ പേടിപ്പിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആ തിയേറ്ററിലേക്ക് പോയില്ല. ശരിക്കും റിലീസാവുന്ന ദിവസം ആദ്യത്തെ ഷോ കാണാൻ തിയേറ്ററിൽ പോയില്ല. ഞങ്ങൾ 2 പേര്, ശങ്കർ അപ്പുറത്തെ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോരുത്തർ ഇപ്പം ആ സീൻ എന്തായി കാണും. അപ്പോൾ അവർ ഈ സീൻ ഇപ്പം ഇത്രയും സീനായി കാണും, ഇപ്പം ആ സീനായിരിക്കുമല്ലോ, ഇപ്പം എന്തായിരിക്കും തിയേറ്ററിലെ അവസ്ഥ എന്ന്. ഞങ്ങൾ ഈ പടം കഴിഞ്ഞ് അവസാനം ഞങ്ങളുടെ കൂടെ അഭിനയിച്ച മറ്റു പലരും പോയിരുന്നല്ലോ, അവര് സിനിമ കഴിഞ്ഞിട്ട് നമ്മളെ വിളിച്ചു, പടം വർക്കൗട്ടായി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ശങ്കറും കൂടി എൻ്റെ വണ്ടി എടുത്ത് ലിബർട്ടി തിയേറ്ററിൽ ഫസ്റ്റ് ഷോയ്ക്ക് പോവാറ്. ബാറ്ററി വിട്ട് അതും കൂടി അറിഞ്ഞിട്ട് ഞങ്ങള്. അപ്പോൾ പറഞ്ഞു വർക്കൗട്ടാണ്, നിങ്ങളുടെ സീൻസിലൊക്കെ ഭയങ്കര കയ്യടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനും ശങ്കറും കൂടി ലിബർട്ടി തിയേറ്ററിൽ പോയി. പിന്നെ ഞങ്ങൾ നിലത്ത് നിന്നിട്ടില്ല, ഓഡിയൻസ് തൂക്കിയെടുത്ത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങളെ പ്രൊഡ്യൂസേഴ്സും അവരെല്ലാവരും കൂടി കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒരു തമിഴ്നാട് ടൂർ നടത്തി, ഇപ്പം പിള്ളേരെ കൊണ്ട് ചെയ്യുന്ന പോലെ. അങ്ങനെ എല്ലാ തിയേറ്റർ വിസിറ്റും ഞങ്ങൾ പോയി. എൻ്റെ അമ്മോ, അന്നേ തിയേറ്റർ വിസിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? തിയേറ്റർ വിസിറ്റേ ഉള്ളൂ, വേറെ യൂട്യൂബ് ഒന്നും ഇല്ലല്ലോ. എൻ്റെ അമ്മോ, ഞാൻ ആദ്യമായിട്ട് കാണാം, നമ്മൾ എയറിൽ ഭയങ്കര ക്രൗഡ്, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്, ഇങ്ങനെ ജനസമുദ്രം. അതാണ് അവിടെ ഭയങ്കര തമിഴ് ഓഡിയൻസ് അങ്ങനെയാണ്. ഞാനും അവന് ശങ്കർ ഞെട്ടുകയാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് ഈ നടന്നു പോയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ ഈസി ആയിട്ട്. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ അന്നത്തെ ഞാൻ തിരിച്ചൊരു 1.5 കഴിഞ്ഞാൽ വരുന്നത്. ഞങ്ങൾ ഈ ടൂർ കഴിഞ്ഞ് കോയമ്പത്തൂരെല്ലാം പോയി. 15 പടമാണ് ഞാൻ രാവിലെ 8 മണി തൊട്ടിട്ട്
11 മണിക്കുള്ളിൽ എന്നെ ബുക്ക് ചെയ്ത്. ആണോ? കണ്ണടച്ചൊക്കെ റേറ്റ് പറഞ്ഞു. എനിക്ക് തന്നെ അറിയില്ല. ഓരോരുത്തരും പ്രൊഡ്യൂസ് ചെയ്ത് ദേവർ ഫിലിംസ്, സത്യ മൂവീസ്, വലിയ വലിയ കമ്പനികൾ. ഞാൻ ഇത് ഞെട്ടിത് എന്താ സംഭവിക്കണേന്ന് നമുക്ക് തന്നെ അറിയില്ല. ഐ വാസ് നോട്ട് പ്രിപ്പയർഡ് ടു ബി ഇൻ ദി ഇൻഡസ്ട്രി. അത്ര മെച്യൂർ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടവും അല്ലായിരുന്നു എൻ്റെ. നമ്മൾ ചെറിയ പഠിക്കണ പിള്ളേർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ. അതുകൊണ്ട് തന്നെ ശങ്കർ മലയാളത്തിലേക്ക് വരുന്നു, ഞാൻ തമിഴിൽ നിൽക്കുന്നു. അങ്ങനെ ഞാൻ ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തന്നെ ശങ്കർ ബുക്ക് ചെയ്തിരുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അഡ്വാൻസ് വാങ്ങിയിട്ട് തിരിച്ചു ഞാൻ IBCCയുടെ പടം അന്നേരം ചെയ്യുന്നതുകൊണ്ട് പിന്നെ അത് രണ്ടും കൂടി ക്ലാഷ് ആവേണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അത് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരുപാട് പടങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ അതെനിക്കൊരു ഞാൻ അതിനൊന്നും വലിയ ദുഃഖിക്കുന്നൊന്നുമില്ല. ഇപ്പോൾ ഒരുപാട് സ്റ്റാർസ് അതിനകത്ത് ഇപ്പോൾ ഈ ശക്തമൊരു റിട്ടറെ വിജയകാന്തിനെ സ്റ്റാറാക്കിയത് ആ പടമാണ്. അങ്ങനെ പിന്നെ ലാലേട്ടനെ, നമ്മുടെ ലാലേട്ടനെ വലിയൊരു അല്ല, അതല്ലെങ്കിൽ അവർ വരാനുള്ളതാണ്. അതൊന്നും നമ്മളൊന്നും അല്ല, നമ്മൾ വിചാരിക്കണ പോലെയൊന്നുമല്ല. നമ്മൾ നമുക്കുള്ളത് നമുക്ക് കിട്ടും, അത് എപ്പോഴായാലും വരും. ഞാൻ അതിലൂടെ എന്താ പറഞ്ഞാൽ, ഞാനൊരു സ്റ്റാർ മാത്രമായിട്ട് വളർന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനൊരു അഭിനേതാവായിട്ട് മാത്രമാണെങ്കിൽ എൻ്റെ ക്യാരക്ടറിൽ ഒരുപാട് മാറ്റം വന്നേനെ. ശരിക്കും മനസ്സിലായ? ടു ബി ഇൻ ദ ഇൻഡസ്ട്രി നമുക്ക് ഒരു സർട്ടൻ രീതിയിലേക്ക് നമ്മൾ മാറണം. അതെനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പപ്പടസുന്ദർ അപ്പൂസ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മറ്റു ഫ്രീഡത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോയത്. അപ്പോൾ എനിക്ക് എന്താന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഞാൻ വലിയൊരു ബ്രേക്ക് എടുത്തെങ്കിലും സിനിമയുടെ മറ്റു മേഖലകളിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ള ബാക്കി എല്ലാ മേഖലയും ഞാൻ ചെയ്തു. അക്കാഡമിക്കായിട്ട് ഫെസ്റ്റിവൽസ് നടത്തുക, ഫിലിം വർക്ക്ഷോപ്പ് നടത്തുക, ഞാൻ എല്ലാ കാര്യങ്ങളും, ഞാൻ സിനിമ എഴുതി, അങ്ങനെ എല്ലാ കാര്യങ്ങളെയും ഞാൻ വന്ന് സിനിമയെ ആസ്വദിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇരുന്നത്. ഫിലിം ഫെസ്റ്റിവലിന് പോവുക, ഇപ്പോൾ ഞാൻ കാൻ ഫെസ്റ്റിവലിന് പോകുന്നുണ്ട് ഇന്ത്യയിൽ, ഫ്രാൻസിൽ. അപ്പോൾ അങ്ങനെ ഞാൻ സിനിമ കാണാൻ ഞാൻ സമയം കണ്ടെത്തിയിരുന്നു. ഐ എൻജോയ് മൈ ലൈഫ്. സോ ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സ്റ്റാർഡാണ്, ഞാൻ അതിനെ എൻജോയ് ചെയ്തു. ഞാൻ നിലനിർത്താൻ ആഗ്രഹിച്ചില്ല സ്റ്റാർഡം. ഞാൻ എന്താ പറയാ, അതൊരു അത് എൻ്റെ ആഗ്രഹത്തിന് കിട്ടിയതല്ലല്ലോ ഈ സ്റ്റാർഡം, അതെന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥത്തിനെന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഇടയിൽ മാത്രമായിട്ടല്ലല്ലോ ഞാൻ ജീവിക്കേണ്ടത്. ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഞാനാണ് ആദ്യത്തെ ഏഷ്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയേക്കണേ, ഫിലിം മേക്കിങ്ങിന്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് സിനിമ എന്നാണ്. 2024 ഷാർജ ബുക്ക് ഫെയർ ചെയ്താൽ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നോ? ഇല്ല. ഞാനൊരു നടൻ മാത്രമായിട്ടല്ലേ ജീവിക്കണേ, ഞാനല്ലല്ലോ. ഞാനിപ്പോൾ ഇവിടുത്തെ ഗൾഫാർ ചെയ്ത ഞാനാണ്. സ്റ്റീൽ സ്ട്രക്ചറിൽ ഞാൻ 3 പ്രോഡക്റ്റുകൾ ഇൻഡസ്ട്രിക്ക് ചെയ്തിട്ടുണ്ട്. FE500 53 ഗ്രേഡ് സിമെൻറ്റ് ഈ കേരളത്തിലേക്ക് ലോഞ്ച് ചെയ്തതും പരിചയപ്പെടുത്തിയത് ഞാനാണ് ശരിക്കും. അതേപോലെ തന്നെ സ്ട്രക്ചറൽ സ്പേസ് ഫ്രെയിംസ്. ഇപ്പോൾ പെട്രോൾ ബങ്കുകളിൽ അന്ന് 2000 മുമ്പ് റൂഫ് ഉണ്ടായിരുന്നില്ല, അതിൻ്റെ സ്പെസിമെൻ BPCL തിരുവനന്തപുരത്ത് ചെയ്ത് ഞാനാണ്. അപ്പോൾ ഹാൻഡിക്രാഫ്റ്റ് ടെമ്പററി ഇന്റീരിയർ ഡിസൈനറാണ്. ഞാനത് അങ്ങനെ എൻ്റെ ഒരു ജീവിതത്തിന് ഞാൻ വേറൊരു വശം ഞാൻ എക്സ്പ്ലോർ ചെയ്യാതെ പോകില്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഹൗ ഡു യു ലീവ് യുവർ ലൈഫ്, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ പലപ്പോഴും എന്നോട് ചോദിക്കും, പലരും എന്നെ തെറ്റിദ്ധരിക്കാറുണ്ട്. ആ സ്റ്റാർഡം കൈ കിട്ടിയിട്ട് പൂമാല കളഞ്ഞ് കുളിച്ചെടുത്തനാണെന്ന് പറയാം. നോ, സ്റ്റാർഡം ഈസ് നോട്ട് ദ എവറിത്തിങ് ഇൻ മൈ ലൈഫ്. സ്റ്റാർഡം ഈസ് എ ബേർഡൻ, അറിയാമോ? അത് ഞാൻ റിയലൈസ് ചെയ്ത രജനീകാന്തിൽ നിന്നാണ്. ഒരു ഫ്രീഡം ഇല്ലാത്തൊരു ലൈഫാണ്. അവിടെയാണ് ഞാൻ എൻ്റെ മാറ്റങ്ങൾക്ക് ആദ്യം ഉണ്ടായി. രണ്ടാമത് സോമേന്ദർ റോയ്, സത്യജിത്രയുടെ ക്യാമറമാൻ്റെ കൂടെ 2 പടം വർക്ക് ചെയ്യാറ്. സോ പുള്ളി എന്നെ ഒരു റിയലൈസേഷൻ ഉണ്ടാക്കി തന്നു. ദിസ് ഈസ് നോട്ട് ഫൈനലി. എനിക്ക് നന്നായിട്ട് അറിയാം, ഈ സ്റ്റാർഡം കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്ക് വേണം. രണ്ടാമത് ഒരു ടീം വർക്ക് വേണം, മനസ്സിലായില്ലേ? കമലഹാസനും രജനീകാന്തിനും ഒപ്പം തന്നെ സ്റ്റാറായ ആളായിരുന്നു. അല്ല, ഞാനത് എൻജോയ് ചെയ്തു. ഞാനത് ആ സ്റ്റാർഡം ഒരിക്കലും അനുഭവിക്കാതെ പോയിരുന്നെങ്കിലല്ലേ ഉള്ളൂ. ഞാൻ അനുഭവിച്ചു. ഞാൻ വേറൊരു തരത്തിലേക്ക് അവരൊന്നും എത്തപ്പെടാത്ത മറ്റൊരു മേഖലയിൽ ഞാൻ എത്തിയില്ല. അക്കാഡമിക്കിൽ ഞാൻ ലോകം മുഴുവൻ സിനിമ പഠിപ്പിക്കുന്നതും സിനിമയുടെ ഒരു പുതിയ ഗ്രാമർ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വിഷ്വൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഞാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഐ എം മോർ ദാൻ ആൻ ആക്ടർ. ഞാൻ പറഞ്ഞില്ല, ഒരു ഫെസ്റ്റിവൽ സ്വന്തമായിട്ട് ലോഞ്ച് ചെയ്തുകൊണ്ട് കൊച്ചി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ചെയ്ത് മക്ബൽ ബഫിന് ആൾക്കാരെ കൊണ്ടുവന്നത്. ഞാൻ ബഹ്റൈനിൽ ഫെസ്റ്റിവൽ ചെയ്തിട്ടുണ്ട്, ഒമാനിൽ ഫിലിം ഫെസ്റ്റിവൽ ചെയ്തിട്ടുണ്ട്, ഞാൻ പാരീസിൽ കൊണ്ടുപോയി ഷോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ലോകം മുഴുവനും അങ്ങനെ ഒരു തലം ഞാൻ ഇല്ലാതായി പോയില്ലേ.
നമ്മൾ മറ്റൊരു വശത്തിന് നമുക്ക് ഉണ്ടാകുന്ന ഒരു വശത്തിന് കാണാതെ ഒരു വശം മാത്രമായിട്ട് ഞാൻ ജീവിക്കില്ലേ? അതിൽ ഞാൻ പിന്നെയും ഒരു കോമ്പറ്റീഷനിൽ വരില്ലേ? ആ കോമ്പറ്റീഷനിൽ നിൽക്കുന്നതിനേക്കാളും ഭേദം ഞാൻ പപ്പടസം തപ്പൂസ് കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി. ഞാൻ ആലോചിച്ച് ദിസ് ഈസ് നോട്ട് ആക്ച്വലി ഞാൻ ചെയ്യാവുന്നതല്ല എനിക്ക് കിട്ടി. ഞാൻ ഇനി വേണ്ടത് എൻ്റെ സ്റ്റാർഡം നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ള പരിശ്രമമായിരിക്കും പിന്നെ ഉള്ളത്. മനസ്സിലായ? എൻ്റെ സ്റ്റാർഡം നിലനിർത്താനുള്ള പരിശ്രമമാണോ വേണ്ടത്? ഞാൻ ദ അതർ സൈഡ് ഓഫ് ദ വേൾഡിനെ എക്സ്പ്ലോർ ചെയ്യണമാണോ വേണ്ടത്? അത് എൻ്റെ സ്വന്തം തീരുമാനമായിരുന്നു. പലപ്പോഴും എന്നെ അവർ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇപ്പോഴും ചോദിക്കാറുണ്ട്, ഇവൻ സ്റ്റാർഡം കളഞ്ഞവനാണെന്നോ, അല്ലെങ്കിൽ എൻ്റെ തലയെഴുത്ത് മോശം കൊണ്ടായിരുന്ന, കയ്യിലിരിപ്പ് മോശം കൊണ്ടായതെന്നൊക്കെ എനിക്കറിയാൻ പാടില്ല. ആക്ച്വലി വന്നിട്ട് വൈ ദീസ് പീപ്പിൾ ടെൽ സ്റ്റാർഡം ഈസ് ദ അൾട്ടിമേറ്റ് തിങ് ഇൻ ദിസ് വേൾഡ് എന്നുള്ളത്. നോ, സ്റ്റാർഡം ഈസ് എ ബേർഡൻ. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അടുത്ത വാരിസ് എന്ന് പറഞ്ഞ സിനിമയിൽ രജനീകാന്ത് സാറിൻ്റെ ഞങ്ങൾ ഒരേ മേക്കപ്പായിരുന്നു. അപ്പോൾ പുള്ളി ചില സമയത്ത് പറഞ്ഞാൽ ഫ്രീഡം ഇല്ലായ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കിക്കോട്ടെ, ഇപ്പോൾ മോഹൻലാൽ ബിക്കോസ് ഈസ് എ സ്റ്റാർ, മോഹൻലാൽ വേറെ ആര് തെറ്റ് ചെയ്താലും മോഹൻലാൽ ചീത്തയൊക്കെ വന്നിട്ടില്ലേ? ഇല്ലേ? ആ തെറ്റ് ചെയ്യുന്നവരെ വിട്ടു കളഞ്ഞിട്ട് ആ കുറ്റവാളി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടായാൽ അമ്മയുടെ പ്രസിഡന്റ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത് അതുണ്ടായിട്ടുണ്ട്. ഇപ്പം മമ്മൂട്ടിക്ക് ഇപ്പോൾ സമീപകാലത്ത് ഉണ്ടായത്, മമ്മൂട്ടി ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഒന്നും ഇല്ലാതെ പറഞ്ഞപ്പോഴത്തേക്കും അത് ഒരു വിവാദമായില്ലേ, വയനാട്ടിലെ വിഷയം. അത് ഇതെല്ലാം ഒരു സ്റ്റാർഡം എന്ന് പറയുന്ന ഒരു ബേർഡൻ തരുന്ന ഒരു സംഭവമാണ്. മനസ്സിലായ? നമ്മൾ എന്തെങ്കിലും അറിയാതെ ഒരു നമ്മൾ ആബ്സെന്റ് മൈൻഡിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ പോലും നമ്മൾ അക്കൗണ്ടബിലിറ്റി കൂടുകയാണ് ജനങ്ങളുടെ ഇടയിലേക്ക്. ശരിക്കും. രണ്ടാമത് ഓരോ പടം നമ്മളെ സംബന്ധിച്ചോളം വന്ന് ഒരു ബേർഡനാണ്. ഓരോ പടങ്ങളും മികച്ചതാക്കണം. അത് ഉണ്ടാക്കുക എന്നുള്ളത് വന്നിട്ടുള്ളത് ഒരു വൺ മാൻ ഷോ മാത്രമല്ലല്ലോ സിനിമ ഒരു ടീം വർക്ക് അല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു റിയലി സ്റ്റാർഡം ഈസ് എ ബേർഡ് ഞാൻ കണ്ടിട്ടുണ്ട് ശരിക്കും. ഇപ്പം എന്തുകൊണ്ടാണ് വിജയ് ചാടിയത്? രാഷ്ട്രീയത്തിലേക്ക് മാറി. വിനോദ് ഖന്ന എങ്ങനെ മാറിയത്? ചിലർക്ക് റിയലൈസേഷൻ ഉണ്ടാവും, കാറ്റുള്ളപ്പോൾ അപ്പം തന്നെ നിർത്തി അടുത്തേക്ക് മാറും. മനസ്സിലായോ? അതൊരു ഒരു 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 നമ്മൾ അവിടെ ഒരു സ്റ്റാർഡം കിട്ടി ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും നമ്മളൊരു മോണോട്ടോണസിലേക്ക് എത്തും. ഇത് നമ്മുടെ മൈൻഡിൽ മുഴുവനും രാവിലെയും രാത്രിയും എല്ലാം വന്ന് ഇത് നിലനിർത്താൻ വേണ്ടി എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് കവിഞ്ഞ് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. ആണോ? അത് ശരിക്കും ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ റിയലൈസ് ചെയ്തിട്ടില്ല. പലപ്പോഴും എന്നെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവനത് കളഞ്ഞു കുളിച്ച്. പക്ഷെ ആദ്യം കേട്ടിട്ടുണ്ട്, ആദ്യത്തെ സമയത്ത് ഭയങ്കര ഉടായ്പായിട്ട് നടന്നിട്ടുണ്ട്. അങ്ങനെയല്ല, ഇപ്പൊ നമ്മൾ ഷെയ്ൻ നിഗത്തിന്റെ ഒക്കെ ഒരു ഇഷ്യൂ വന്നല്ലോ, അതിന് മുമ്പ് ഞാൻ അതിനേക്കാണോ അതെന്താ ഞാൻ ഉഴപ്പെന്ന് പറയുന്നത് ഒന്നും വലിയ വിഷയമല്ലായിരുന്നു. അന്നത്തെ സമയത്തോളം വന്നിട്ട് അത് എന്നെ സ്റ്റാർഡത്തിനെ ബാധിച്ചിട്ടില്ല. ഞാൻ എന്നെ സംബന്ധിച്ചോളം സിനിമയിൽ അതൊരു കാര്യമല്ല. എത്രയോ ആക്ടർ വന്നിട്ടുള്ള അതിന് എത്ര ഉഴപ്പുന്നതല്ല, സിനിമയുടെ സക്സസ്സിനെയാണ് നമ്മൾ നോക്കുക. എൻ്റെ ലാസ്റ്റ് പടം പപ്പടസം തപ്പൂസ് ഹിറ്റായിരുന്നു, ഞാൻ നിർത്തുന്നു. അതെ, അത് കഴിഞ്ഞ് ഞാൻ ഈ വേറെ എത്രയോ സ്റ്റാർസ് അവരെ പടങ്ങൾ ഫ്ലോപ്പായി അവർ വാനിഷായി പോയിട്ടില്ലേ? ഇല്ലേ? ഞാൻ ഇപ്പോഴും സിനിമയിലുണ്ടല്ലോ. ഇപ്പോഴും ഞാൻ ഓരോ പുതിയ തലമുറയുടെ ഒപ്പം ഞാൻ വന്നിട്ട് അവരെ എൻ്റർടൈൻ ചെയ്യാൻ ഞാനുണ്ടല്ലോ. 80-ലെ തലമുറയായാലും 90-ലെ തലമുറയായാലും 2013-ലെ ഇടുക്കി ഗോൾഡിൻ്റെ തലമുറയായാലും ഇപ്പോഴത്തെ തലമുറയായാലും ഞാൻ അവരെ എൻ്റർടൈൻ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ പിന്നെ ആ ഭാഗ്യം കിട്ടിയ പോലെ. അല്ലാതെ ഞാനിപ്പോൾ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ പോലും ഞാൻ അവരുടെ ജനമനസ്സിലുണ്ടല്ലോ, 4 തലമുറയുടെ മനസ്സിലുണ്ടല്ലോ. 4 തലമുറയെ എനിക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ഇല്ലേ? അവരെ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു ഭാഗ്യവും. ഞാൻ എൻ്റെ എല്ലാ ഇഷ്ടത്തിനും എനിക്ക് അപ്പുറത്ത് ജീവിക്കാനും പറ്റിയില്ലേ? അതാണ് ഞാൻ എൻ്റെ ഫ്രീഡത്തിന് കയ്യിൽ, എൻ്റെ ലൈഫ് ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ലേ ഞാൻ ജീവിക്കണ്ടേ. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റണേ. അല്ലെങ്കിൽ ഞാൻ റിപ്പൻറ്റ് ചെയ്യും. അറിയാമോ? പലപ്പോഴും നമ്മൾ മറ്റുള്ളവന് വേണ്ടി ജീവിക്കുന്ന ഒരു അവസ്ഥയായിട്ട് മാറും. അതല്ല, ഞാൻ എൻജോയ് ചെയ്ത്. അപ്പോൾ അതർവൈസ് ഞാൻ ഒരു തിരഞ്ഞെടുക്കുന്ന വഴി, എൻ്റെ വഴിയിൽ ഞാൻ ആക്ച്വലി എടുത്തത് എക്സ്പ്ലോറിങ് സിനിമയാണ്. മനസ്സിലായോ?
അപ്പോൾ ഒരു തരകം എനിക്ക് വന്നിട്ട് വീട് കിട്ടിയ ഒരു സിനിമയാണ്. ഞാൻ ആക്സിഡൻ്റ് സ്റ്റാറായവനാണ്. അപ്പോൾ ആ സ്റ്റാർഡം കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് സൗമിത്ര എൻ്റെ അടുത്ത് എന്നെ റിയലൈസ് ചെയ്യിപ്പിച്ചു, ദിസ് ഈസ് നോട്ട് യുവർ വേൾഡ്. ആക്ച്വലി ദിസ് ഈസ് നോട്ട് യുവർ വേൾഡ്, യു ക്യാൻ എക്സ്പ്ലോർ മോർ. കാരണം ഞാൻ സംസാരിക്കുന്ന പല വിഷയങ്ങളും എനിക്ക് നല്ലൊരു ലൈബ്രറി സ്വന്തമായിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, എനിക്കൊരു ഏകദേശം 1500 കൂടുതൽ പുസ്തകമുള്ള ഒരു സ്വന്തമായിട്ടുള്ള ലൈബ്രറി ഉണ്ട്. എല്ലാം നോൺ ഫിക്ഷനാണ്, സൈക്കോളജി, ഫിലോസഫി. ഇവിടെ തന്നെ അന്നത്തെ പല ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിൽ 2-3 റൂം പുസ്തകങ്ങളാണ് മുഴുവൻ. 10,000 സിനിമകളുണ്ട് മാസ്റ്റേഴ്സിൻ്റെ കൂടാതെ സൈലൻറ്റ് പീരീഡിലെ തൊട്ടുള്ള. എൻ്റെ കയ്യിൽ എക്സ്പെരിമെൻ്റൽ ഫിലിം മാത്രം തന്നെ 400 എണ്ണം. ഞാൻ ഫിലിമിനെ കൂടുതൽ ആഴത്തിൽ പഠിച്ചുകൊണ്ട് പോകുന്ന ഒരുത്തനാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങളെ നമുക്ക് അറിവുള്ളതിനെ നമ്മൾ പകർന്നു കൊടുക്കാൻ പറ്റുമ്പോൾ നമ്മളൊരു ലെഗസി ഉണ്ടാക്കുകയാണ്. ഒരു ആക്ടർ ഒരു ലെഗസി ഉണ്ടാക്കില്ല, ഒരു അധ്യാപകൻ ലെഗസി ഉണ്ടാക്കും. അപ്പോൾ ഞാൻ അതിലേക്കാണ് പോയത്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ബിപിൻ, ഈ വാഴയുടെ പ്രൊഡ്യൂസർ, പുള്ളി ഇവിടെ വന്നിട്ടുണ്ട്. പുള്ളി പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, 2014 ഞാൻ കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ ബേസിലിൻ്റെ ഒപ്പം, അന്ന് ഷോർട്ട് ഫിലിം മേക്കേഴ്സ് ആയിരുന്നു. അവരെ ഒരു മീറ്റിംഗ് ഞങ്ങൾ ഇവിടെ കൂടിയായിരുന്നു ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ലോഞ്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരുപാട് പേരുടെ ഉണ്ട് അതിനകത്തേക്ക്. ലൈക്ക് സിനിമയിലുള്ള പലരും ഷോർട്ട് ഫിലിം മേക്കേഴ്സ് ആയിരുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഷോർട്ട് ഫിലിം മേക്കിംഗ് എല്ലാം ചെയ്യുന്നതുകൊണ്ടാണല്ലോ എനിക്ക് അവരെ പരിചയമായത്. അല്ലെങ്കിൽ അവരെന്നെ പറയില്ലല്ലോ. ഇല്ലേ, ഞാനൊരു ആക്ടർ ആയിരുന്നെങ്കിൽ അവരെന്നെ അറിയായിരുന്നോ? ഇല്ല, അല്ലേ? പേഴ്സണലായിട്ട് ബന്ധപ്പെടാൻ പറ്റില്ലായിരുന്നു. അത് തന്നെ. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും ഒരു കാരണങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ അതിപ്പോഴും ഒരു ഭയങ്കര തെറ്റിദ്ധാരണയാണ് എല്ലാവരുടെയും. ഭയങ്കര അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും പൂനെയിലൊക്കെ പഠിച്ച ഒരാള് പിന്നീട് ഞാൻ സിനിമ പഠിച്ച എൻ്റെ ആ ഒരു വശം എനിക്ക് ഉപയോഗിക്കാൻ പറ്റാതാവും. ഞാൻ അഭിനയം മാത്രമല്ല പഠിച്ചത്, ഞാൻ ഫിലിം സ്റ്റഡീസിനാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. മാസ്റ്റേഴ്സിൻ്റെ സിനിമകളാണ്, അതിൻ്റെ എസ്തറ്റിക്സ് ആണ്, ആക്ച്വലി സൈക്കോളജി ഓഫ് സിനിമയാണ്. അതിൻ്റെ കോഗ്നേറ്റീവ് എങ്ങനെയാണ് അത് ജനങ്ങളിലേക്ക് പകരുന്നതും അത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യപ്പെടുന്നതിനെയാണ് ഞാൻ അതിനെ മനസ്സിലാക്കിയെടുക്കാറുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ന്യൂ ബുക്ക് വരുന്നത് അതാ ഞാൻ പറഞ്ഞത്, സിനി സിൻടാക്സ്, ദ ഗ്രാമർ ഓഫ് വിഷ്വൽ മീനിങ്. ന്യൂ അപ്രോച്ച് ആക്ച്വലി എയുടെ കാലത്തുള്ള ഒരു ഫിലിമിൻ്റെ ന്യൂ ഗ്രാമർ ബുക്കാണ്. സോ ലെറ്റ് മീ സീ. ആക്ച്വലി ഇതൊന്നും എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാതായി പോകില്ലേ? ഞാൻ അതിനകത്താണ് അത് ഒരു കാലത്ത് അത് പുറത്തേക്ക് വരുമ്പോൾ എൻ്റെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കമ്പനി, ഏഷ്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ഫിലിം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയാണ്. ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഗ്രാം വളരെ പവർഫുള്ളാണ്. സോ അത് ലോകത്ത് സക്സസ്ഫുൾ ആയാൽ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ കഴിഞ്ഞ 35 വർഷം നടത്തിയ എൻ്റെ ജേർണി, ഈ അക്കാഡമിക്കായിട്ടുള്ള ജേർണിയുടെ അർത്ഥം അവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അന്ന് നമുക്ക് സംസാരിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ. ഞാനത് ഇപ്പോൾ പറയുന്നില്ല, കാരണം ഞാൻ ഈ വർഷം അത് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് സക്സസ് ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിവല്യൂഷനൈസ്, മേ ബി അങ്ങനെ ഒരു വിപ്ലവം ഉണ്ടാവട്ടെ. അല്ല, ഇതൊക്കെ ഞാൻ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഞാൻ എൻ്റെ ഒരു ഇൻഡ്യൂഷൻ, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ എടുക്കുന്ന ഡിസിഷൻ ഈ പടം വേണ്ട ആ പടം വേണ്ട എന്ന് പറയുന്നത് എല്ലാം ശരിയാവണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ ദൈവമൊന്നുമല്ലല്ലോ, നമ്മൾ വെറും ഒരു സാധാരണ മനുഷ്യൻ. അപ്പോൾ നമ്മളെടുക്കുന്ന ചില ഡിസിഷൻസ് ശരിയാവും, ചില ഡിസിഷൻസ് തെറ്റാവും. ബട്ട് സോ ഫാർ ഐ ആം ഹാപ്പി. അവർ തെറ്റിദ്ധരിക്കണം, അവർ ആ തെറ്റിദ്ധാരണ മാറ്റേണ്ട ഒരു അവസ്ഥ ഡെഫിനറ്റായിട്ട് ദൈവം ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എല്ലാവരും പറയും പുള്ളി സ്റ്റാർ ആയിരുന്ന ആളാണ്, പുള്ളി അതുകൊണ്ട് കളഞ്ഞു. സ്റ്റാർഡം എന്ന് പറയുന്നത് അല്ലായിരുന്നു എൻ്റെ ലൈഫിൻ്റെ ഏറ്റവും വലിയ അംബീഷൻ. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോൾ ആക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചു. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ടോട്ടൽ മൈൻഡ് ആക്ടർ അല്ല, മോർ ദാൻ ആൻ ആക്ടറായിരുന്നു. ഒരു ഫിലിം മേക്കറായിരുന്നു, അല്ലെങ്കിൽ ഫിലിം സ്കോളറായിട്ട് മാറുക, ജനങ്ങളിലേക്ക് സിനിമ പഠിക്കുന്നതിന് ആൾക്കാർക്ക് പകർന്നു കൊടുക്കാനാവുക. അപ്പോൾ അതെനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. സോ ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ടു മീ. ഇപ്പം ഇനി നമുക്ക് കുറച്ച് പഴയ സമയത്ത് പറഞ്ഞിട്ടേ, പഴയ സമയത്ത് പറയുമ്പോൾ പിന്നെ ആക്ടർ അതല്ല, അതാ പറഞ്ഞ തല്ലും വഴക്കും അടിപിടിയായിട്ട് നടന്നല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ലൈക്ക് ഞാൻ എപ്പോൾ നോക്കിയാലേ ഈ MGR സിനിമ കണ്ടുകൊണ്ടായിരിക്കും വന്നിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ സമയത്തും ഞാൻ വന്നിട്ടുള്ളതിന് പിന്നെ ഞാൻ എൻ്റെ
ആക്ടിവിറ്റിയിൽ ബേസ് ചെയ്തുകൊണ്ടോ എന്നുള്ളതിനകത്തേക്ക് പല രീതിയിലേക്ക് മനസ്സിലായില്ലേ. എൻ്റെ സ്റ്റുഡൻറ്റ് ലൈഫിൽ 10 സ്കൂൾ മാറേണ്ടി വന്നിട്ടുണ്ട്. ക്യാമ്പസ് തന്നെ ഞാൻ വന്നിട്ടില്ല, ഇവിടെയും പഠിച്ചിട്ടുണ്ട്. ഞാൻ കേരളം വിടേണ്ടി വന്നിട്ടുണ്ട്, അങ്ങനെ പൂനെയിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ പിന്നെ മദ്രാസിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ടോട്ടലായിട്ട് എപ്പോൾ നോക്കിയാലും പ്രോബ്ലം എന്നെ തേടി വരുമായിരുന്നു ഞാൻ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോഴും പ്രശ്നങ്ങളുണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ ഡിസ്മിസ് ചെയ്യപ്പെടുന്ന രീതിയിലേക്കുള്ള ആക്ടിവിറ്റി ബഹളങ്ങൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ പ്രിൻസിപ്പൾ എന്താ പറഞ്ഞാൽ he didn't want to take action on me. He said, I have a hope on him. People had a hope on me that I will achieve. So they didn't send me off from the institute. They said, okay. കാരണം അന്ന് തമിഴ് മലയാളി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഞാൻ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് ഹോസ്റ്റലിൽ ഭയങ്കര അടിയും കുത്തും ഉണ്ടാവേണ്ടി വന്നിട്ടുണ്ട്. അതൊരു കാലം. ഞാൻ അതിന് ഒരുപാട് സംഭവങ്ങളുണ്ട്. എൻ്റെ എല്ലാ ദിവസവും പ്രശ്നങ്ങളിലും എല്ലാ ദിവസവും അത് തന്നെ പ്രശ്നങ്ങളുടെ മുകളിൽ കൂടി തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ടാണ് ഒരു സ്റ്റാർ ആയത്. ഇപ്പൊ കമലഹാസന്റെയും രജനീകാന്തിന്റെയും കൂടിയാണ് അധികമായിട്ടും തമിഴിൽ അഭിനയിച്ചത്. MGR കാലഘട്ടത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് സ്വന്തമായിട്ട് എന്താ ഒരു വണ്ടി, എന്ന് വെച്ചാൽ MGR ഉള്ളത് പോലത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. നമ്പർ 477 ആ നമ്പർ എനിക്ക് ഉണ്ടായിരുന്നു. അത് ബാക്കി ആർക്കും അത് ഉണ്ടായിരുന്നില്ല. അത് കാരണം എനിക്ക് കറക്റ്റാ ട്രാഫിക് റൂളൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഐ റിയലി എന്താന്ന് പറഞ്ഞാൽ എൻജോയ്ഡ് മൈ ലൈഫ്. ഞാൻ സിനിമയിൽ സ്റ്റാറായപ്പോൾ അതിനൊരു കാരണം അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് കൂട്ടിലകപ്പെട്ട തത്തെ പോലെ ആയിപ്പോയി. ഞാൻ കാര്യം സ്വർണ്ണ കൂടെയൊക്കെയാണ് സ്റ്റാറിനോട്. പക്ഷെ ഞാൻ ചെയ്തിരുന്ന ഒരു ഫ്രീഡം എനിക്കില്ല. കാരണം എപ്പോൾ നോക്കിയാലും ഞാൻ അനങ്ങിയ കുറ്റം, ഇവിടെ കുറ്റം. എല്ലാ ദിവസവും എന്നെ പറ്റിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഞാൻ അറിയാത്ത കാര്യങ്ങൾ വരെ എഴുതാൻ തുടങ്ങി. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വരാൻ നേരത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഒരു സഫോക്കേഷനായിരുന്നു. അപ്പോഴേ സമയത്ത് പറഞ്ഞത് നിൻ്റെ ലൈഫ് ഇതല്ല, നിൻ്റെ ഒരു ക്യാരക്ടർ നീ മനസ്സിലാക്കുന്ന, നീ ലോകത്തിനെ കാണുന്നത് വേറൊരു കാഴ്ചപ്പാടിലൂടെയാണ്. അപ്പോൾ നീ നിൻ്റെ ജീവിതത്തിന് നീ നിൻ്റേതായിട്ടുള്ള ഫ്രീഡം എടുക്കാൻ പറഞ്ഞു, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ ഐ വാസ് വെയിറ്റിംഗ് ഫോർ എ ഹിറ്റ് ഫിലിം, ഒരു ഫ്ലോപ്പ് ഫിലിമിലാണ് വരുന്നത്. അപ്പോൾ ആ പപ്പട സ്വന്തം അപ്പോസ് നോക്കിയപ്പോൾ സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. പിന്നെ ആ സമയമായപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് വന്നിട്ട് ജമ്പ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഫാമിലി ബിസിനസ് ഉണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് ജമ്പ് ചെയ്തുകൊണ്ട് ഞാൻ ഈ ക്രിയേറ്റിവിറ്റി അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലൂടെ ഞാൻ കടന്നുപോയി കംപ്ലീറ്റ് ആയിട്ട്. ഞാൻ ഇവിടുത്തെ ഇന്ത്യൻ കോൺഗ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓൾ കേരള ചാപ്റ്ററിനെ കണ്ടു. ഞാൻ വെച്ച് ബാക്കിയുള്ള ചാപ്റ്റർ മുഴുവനും IIT റൂക്കയുടെ ഹെഡുകളായിരുന്നു.